ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പാപവും മനുഷ്യൻ്റെ വീഴ്ചയെ സംബന്ധിച്ചാണ്. സിൻ ആൻഡ് ദ ഫോൾ ഓഫ് ഹ്യൂമാനിറ്റി, എ തിയോളജിക്കൽ എക്സ്പാൻഷൻ. അതാണ് ഇന്നത്തെ ഈ വിഷയം ഞാൻ എടുത്തിരിക്കുന്നത്. പാപത്തിൻ്റെ പ്രശ്നം എന്താണ്? ക്രിസ്തീയ തത്വശാസ്ത്രത്തിൽ പാപം അഥവാ സിൻ ഒരു ചെറിയ തെറ്റല്ല. അത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നമായിട്ടാണ് വിശുദ്ധ ബൈബിൾ കൃത്യമായി വരച്ചു കാണിക്കുന്നത്. അപ്പോൾ ക്രൂശിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ ആദ്യം പാപത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ ഫലങ്ങളും ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പല ആളുകളും പാപം എന്ന് പറയുമ്പോൾ അത് കള്ളം പറയുന്നതും ചീത്ത വിളിക്കുന്നതും കള്ളു കുടിക്കുന്നതും മറ്റുള്ളവരെ തല്ലുന്നതും ഉപദ്രവിക്കുന്നതൊക്കെ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അല്ല, അതിനേക്കാളും ആഴമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാത്തടത്തോളം കാലം ക്രൂശിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, പാപമില്ലെങ്കിൽ ക്രൂശ് അനാവശ്യമായിരുന്നു. എന്നാൽ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർതിരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. അതിനാൽ ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പശ്ചാത്തലം പാപം എന്ന വിപത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം സംഭവിക്കേണ്ടി വന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപം നിമിത്തമാണ്. അല്ലെങ്കിൽ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചുകൊണ്ട് ദാസരൂപം എടുത്തുകൊണ്ട് യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. യേശു മനുഷ്യാവതാരം എടുത്തു വന്നതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പല ആളുകൾക്കും തെറ്റായ ധാരണകളുള്ളത്. അല്ല എങ്കിൽ നാം ആരാധിക്കുന്ന സത്യദൈവം ആരെന്ന് ചോദിച്ചാൽ അവൻ യേശു തന്നെയാണ് എന്ന്, അല്ലെങ്കിൽ യേശു എന്നുള്ള നാമത്തിൽ വെളിപ്പെട്ട യഹോവ എന്നുള്ളവനാണെന്ന് സധൈര്യം നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ സംഭവിച്ചെന്താ? യേശു മനുഷ്യാവതാരം എടുത്തു വന്നപ്പോൾ യേശുവിൽ പൂർണ്ണ മനുഷ്യത്വം പൂർണ്ണ ദൈവത്വം ഉണ്ടെങ്കിലും പലപ്പോഴും മനുഷ്യർ യേശുവിൻ്റെ മനുഷ്യത്വം മാത്രം കണ്ടുകൊണ്ട് അവനെ കേവലം ഒരു പ്രവാചകനായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല ഗുരുവായിട്ടോ ഒക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. അതിനകത്ത് നമുക്ക് ഒട്ടും കുറയ്ക്കുവാനോ കൂട്ടുവാനോ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം പൂർണ്ണത അവനിൽ ഉണ്ട് എന്നുള്ളതാണ്. ദൈവിക പൂർണ്ണതയിൽ ദൈവസ്വരൂപത്തിൽ ഉള്ളവനാണവൻ, ദൈവമാണവൻ. അങ്ങനെയുള്ളവൻ നമുക്ക് വേണ്ടി പാപരഹിതനായിട്ടുള്ളവൻ ഈ ലോകത്തിൽ പാപം ഏറ്റെടുക്കാൻ വന്നു എന്നുള്ളത് പാപത്തിൻ്റെ ഗൗരവത്തെ ദൈവം എങ്ങനെ കാണുന്നു എന്നതിനെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പാപത്തെ നാം നിസ്സാരമായി കാണരുത്, പാപത്തോട് നമ്മൾ കളിക്കരുത്. പാപമെന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ടുള്ള ഒന്നല്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പാപമെന്ന് പറയുന്നത് ഏറ്റവും ഗൗരവമേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പാപത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് എന്താണ് പാപം? പാപത്തിൻ്റെ നിർവചനം എന്താണ്? ദ ഡെഫിനിഷൻ ഓഫ് സിൻ. അതിനെക്കുറിച്ച് ചിന്തിക്കാം. ബൈബിൾ പ്രകാരം പാപം എന്ന് പറയുന്നത് വിവിധ രീതികളിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ട്രാൻസ്ഗ്രഷൻ അല്ലെങ്കിൽ നിയമലംഘനം, ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് ലക്ഷ്യം തെറ്റിക്കൽ അല്ലെങ്കിൽ മിസ്സിങ് ദ മാർക്ക്, ഹമാർട്ട്യ, അല്ലേ? ഗ്രീക്ക് വാക്കായ ഹമാർട്ട്യ എന്നുള്ളൊരു പദമാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തത്. എന്തിനു വേണ്ടിയിട്ടാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ലക്ഷ്യത്തിൽ നിൽക്കാൻ കഴിയാതെ വണ്ണം മനുഷ്യൻ വ്യതിചലിച്ചു പോയതിനെയാണ് വിശുദ്ധ ബൈബിൾ പാപം എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. മൂന്നാമതായിട്ട് വിരോധം അല്ലെങ്കിൽ റിബല്യൻ, ദൈവാധികാരത്തെ നിരസിക്കലാണത്. നാലാമതായിട്ട് അകൃത്യം അല്ലെങ്കിൽ ഇനിക്വിറ്റി, അകത്തുള്ള ദുഷ്ട സ്വഭാവം. നമ്മുടെയൊക്കെ ഉള്ളിൽ പുറമെയൊക്കെ എത്ര മേനി നടിച്ചിരുന്നാലും, അല്ലേ, അങ്കിയൊക്കെ ഇട്ട് വിശുദ്ധനായിട്ടൊക്കെ നിങ്ങളുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടാലും മേൽവസ്ത്രങ്ങളെല്ലാം ധരിച്ച് സ്ഥാനവസ്ത്രങ്ങളെല്ലാം ധരിച്ച് ആത്മീക ശുശ്രൂഷകൾ ചെയ്താലും, ബിഷപ്സ് കമ്മീസറിയോ അച്ഛനോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, പാസ്റ്ററോ ആരോ ആയിക്കോട്ടെ, പുറമേ ഉള്ള ആ അനുഭവമല്ല. ഉള്ളത്തിൻ്റെ ഉള്ളിൽ പരിശോധിച്ച് കഴിയുമ്പോൾ അവിടെ ദുഷ്ട സ്വഭാവം എല്ലാ മനുഷ്യരിലും ഉണ്ട്. ഇത് കേൾക്കുന്നവരിലുമുണ്ട്, ഇത് പറയുന്ന എന്നിലുമുണ്ട്. ഇങ്ങനെയുള്ള ദുഷ്ട സ്വഭാവം. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പാപമെന്ന് പറയുന്നത് ഒരു പ്രവൃത്തി മാത്രമല്ല, അതൊരു അവസ്ഥയാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായ ധന്യനായ പൗലോസ്ലീഹ പോലും നിലവിളിക്കുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ പാപിയാണ്, ആരാണ് എന്നെ ഇതിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ളവൻ?
എന്നിട്ട് ഈ പൗലോസ്ലീഹ ദൈവത്തിന് നന്ദി കരേറ്റുകയാണ്, യേശു ക്രിസ്തു മുഖാന്തരം എനിക്കിതിൻ്റെ മേൽ ജയമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് പാപം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി മാത്രമല്ല, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്, അതൊരു അവസ്ഥ കൂടിയാണ്. അടുത്തതായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ വീഴ്ചയുടെ ചരിത്ര സംഭവത്തെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ്റെ വീഴ്ച ഒരു പുരാണ കഥയല്ല, അത് ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ തകർച്ചയെ വിവരിക്കുന്ന യഥാർത്ഥ ആത്മീയ സത്യമാണ്. അതിനെ അതേപോലെ തന്നെ നാം കാണണം. അടുത്തായിട്ട് ടെംപ്റ്റേഷൻ അഥവാ പരീക്ഷ. അവിടെ നമുക്കറിയാം, സാത്താൻ വന്നിട്ട് ഹവ്വായെ പരീക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കിനെ സംശയിക്കത്തക്കവണ്ണമാണ് ആ സാത്താനായവൻ ഹവ്വായോട് സംസാരിക്കുന്നത്. ദൈവം പറഞ്ഞോ നിങ്ങൾ മരിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞോ? ഇതിന്നും പാപത്തിൻ്റെ രീതി തന്നെയാണ്. സംശയം, വഞ്ചന, അതേപോലെ ആകർഷണം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലില്ലേ? നമ്മൾ ദൈവത്തെ സംശയിക്കാറില്ലേ? ദൈവം പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ അവിശ്വസിക്കാറില്ലേ? സാത്താൻ നമ്മളെ വഞ്ചിക്കാറില്ലേ? നമ്മളെ പല ലോകപരമായിട്ടുള്ള ലൗകികമായിട്ടുള്ള പല കാര്യങ്ങളും ആകൃഷ്ടരായി തീരാറില്ലേ? ഇത് തന്നെയാണ് ഹവ്വായ്ക്കും പറ്റിയത്. അങ്ങനെയുള്ള ആകർഷണത്തിൽ, ആ വഞ്ചനയിൽ, ആ സംശയത്തിൽ അവൾ വീണതുകൊണ്ട് അവർ എന്ത് ചെയ്തു? അനുസരണക്കേട് കാണിക്കാനിടയായിത്തീർന്നു. ഡിസൊബീഡിയൻസ്. ഹവ്വായും ആദാമും അവർ അത് കണ്ടു, ഇഷ്ടപ്പെട്ടു, അത് പറിച്ചു, അവർ തിന്നു. ആ 3 ഘട്ടങ്ങളായിട്ടാണത് സംഭവിച്ചത്. എന്തൊക്കെയാണ്? ഒന്ന് ഡിസയർ അല്ലെങ്കിൽ കാഴ്ച, രണ്ടാമത്തെ തീരുമാനം, ഡിസിഷൻ, അവരുടെ തീരുമാനമായിരുന്നു. മൂന്നാമത്തത് അവരുടെ ആക്ഷൻ. അവർ കണ്ടു, അവർക്കത് കാണുവാൻ നല്ലതും തിന്നുവാൻ കാമ്യമായിട്ടുള്ളത് എന്നവർ ചിന്തിച്ചു. അവരത് പറിക്കാൻ തീരുമാനിച്ചു, അവരത് പ്രവർത്തിച്ചു, അവരത് തിന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താ പറ്റിയത്? ഉടനെ തന്നെ ഉണ്ടായ ഫലമെന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് കോൺസിക്വൻസസ് എന്ന് പറയുന്നത്, അവർക്ക് പാപബോധമുണ്ടായി. അവയർനെസ് ഓഫ് സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ചൊരു ബോധ്യം വന്നു. അവർ നഗ്നരാണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് രണ്ടാമതായിട്ട് അവർക്ക് ലജ്ജയും ഭയവും ഉണ്ടായി. അവർ ഒളിച്ചിരിക്കാനിടയായി. മൂന്നാമതായിട്ട് അവർ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി എന്ന് പറഞ്ഞാൽ ദൈവിക ബന്ധം അവരിൽ നിന്നേക്കുമായിട്ട് തകർന്നു പോയി. നാലാമതായിട്ട് പാപത്തിൻ്റെ തത്വശാസ്ത്രം അല്ലെങ്കിൽ സ്വഭാവം എന്താണെന്നുള്ളത് അത് നമ്മളെ വെളിപ്പെടുത്തുകയാണ്. പാപം ഒരു വ്യക്തിപരമായ പ്രവൃത്തി മാത്രമല്ല, അതൊരു സാർവത്രിക പ്രശ്നമായിട്ട് മാറി, കോസ്മിക് പ്രോബ്ലമായിട്ട് മാറി. എന്താണ് അവിടെ മൂലപാപത്തെക്കുറിച്ച്, ഒറിജിനൽ പാപത്തെക്കുറിച്ച് പറയുന്നത്? ആദമിൻ്റെ വീഴ്ച മനുഷ്യരിലേക്ക് പകരപ്പെട്ടു എന്നാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പം മനുഷ്യൻ പാപം ചെയ്യുന്നു എന്ന് മാത്രമല്ല, പാപസ്വഭാവത്തിൽ ജനിക്കുന്നു. മനുഷ്യൻ്റെ സ്വഭാവം ജഡത്തിൻ്റെ സ്വഭാവമാണ്, പ്രാകൃത സ്വഭാവമാണ്. അവൻ പാപത്തിൽ ജനിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. നാലാമതായിട്ട് സമഗ്രമായ ദുഷ്ടത അല്ലെങ്കിൽ ടോട്ടൽ ഡിപ്രവിറ്റിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഇത് മനുഷ്യൻ പൂർണ്ണമായും ദുഷ്ടനാണെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ അവൻ്റെ എല്ലാ തലങ്ങളിലും പാപം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സ്, ഹൃദയം, ഇച്ഛ, ശരീരം, ഇവയിലൊക്കെ പാപത്തിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും പാപത്തിൻ്റെ ആയിട്ടുള്ള വീഴ്ചകളും ഒക്കെ അന്തർലീനമാണ്. അപ്പോൾ പാപത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ദ കോൺസിക്വൻസസ് ഓഫ് സിൻ. ഒന്നാമതായിട്ട് ആത്മീക മരണം, ദൈവത്തിൽ നിന്ന് വേർപെട്ടു. 2, ശാരീരിക മരണം, മണ്ണിൽ നിന്ന് വന്നതുകൊണ്ട് നിന്നെ മണ്ണിലേക്ക് മടക്കി വിടും, അല്ലെങ്കിൽ മണ്ണിലേക്ക് നീ തിരികെ ചേരും എന്ന് ദൈവം കൃത്യമായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു നിത്യശിക്ഷ ഉണ്ട്. ദൈവത്തിൽ നിന്ന് ശാശ്വതമായ വേർപാട്, നിത്യ നരകത്തിലേക്കുള്ള വേർപാട് മനുഷ്യനുണ്ടാകും പാപത്തിൻ്റെ പരിണതഫലമായിട്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഒന്നാമതായി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അവൻ ഭയന്ന് ഒളിച്ചിരിക്കേണ്ടി വന്നത്. മാത്രമല്ല മനുഷ്യർക്കിടയിൽ തന്നെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. ആദം എന്താ പറഞ്ഞത്? നീ എന്നോട് കൂടെ ഇരിക്കുവാൻ തന്ന ഈ സ്ത്രീ, ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്ത്രീയെ വളരെ പഴിചാരുകയാണ്. തൻ്റെ കുറ്റത്തിന് പകരം അവളാണ് കാരണക്കാരി എന്ന് പറയുന്നു. സ്ത്രീ പറയുന്നതോ ഈ സർപ്പമാണ് എന്നെ വഞ്ചിച്ചത് എന്ന് പറയുന്നു, പഴിചാരുന്നു. മനുഷ്യർക്കിടയിൽ അന്യോന്യം പ്രശ്നമുണ്ടാകുന്നു. മാത്രമല്ല സൃഷ്ടിയുമായിട്ടുള്ള മനുഷ്യ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. ദൈവം പറയുകയാണ്, മുള്ളും പറക്കാരെയും, നിന്റെ അധ്വാനത്തിന് മുള്ളും പറക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളും എല്ലാ വിധത്തിലുള്ള പരിണതഫലമായിട്ടുള്ള കഷ്ടപ്പാടുകളുമായിരിക്കും നിനക്കുണ്ടാകുക എന്ന് ദൈവം പറയുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ നിയമവും പാപവും പഴയ നിയമത്തിൽ മോശയുടെ
ന്യായപ്രമാണത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നിയമം പാപത്തെ വ്യക്തമാക്കുന്നു. നിയമം ചില മാനദണ്ഡങ്ങളാണ്. പാപത്തിന്, നിയമലംഘനത്തിന് അതിന് ഒരു പരിണിത ഫലമുണ്ട് എന്ന് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം പറയുന്നു. നിയമം പാപത്തെക്കുറിച്ച് അറിവ് നൽകുന്നതേ ഉള്ളൂ, അല്ലാതെ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നില്ല. അപ്പം ന്യായപ്രമാണം പാപത്തെക്കുറിച്ചുള്ള അറിവ് മനുഷ്യന് തരുന്നു എന്നല്ലാതെ രക്ഷ അവന് ലഭ്യമാക്കുന്നില്ല. എന്നാൽ പാപം അടിമത്തത്തിൻ്റെ ശക്തിയാണ് എന്നുള്ളതും കൂടെ മറന്നു പോകരുത്. പാപം ഒരു പ്രവൃത്തി മാത്രമല്ല, അതൊരു ശക്തിയാണ്. മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ശക്തി, മനുഷ്യനെ അടിമയാക്കാൻ ശക്തിയായിട്ടുള്ള ഒരു വസ്തുതയാണ് പാപം. അതുകൊണ്ടാണ് യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ പറഞ്ഞത്, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാണ്. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ. പാപവും ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും ഇതെല്ലാം കൂടി നമ്മളെ കൂട്ടി വായിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത് യേശു ക്രിസ്തുവിലാണ്. പക്ഷേ അവൻ നീതിമാനുമാണ്, അവൻ വിശുദ്ധനുമാണ്, അവൻ പാപരഹിതനുമാണ്. അതിനാൽ പാപത്തെ ശിക്ഷിക്കണമെങ്കിൽ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല. ദൈവം അതിനെ അവഗണിക്കുകയുമില്ല. പാപത്തെ ദൈവം അവഗണിക്കുകയുമില്ല. ഇത് ഒരു വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നു. മനുഷ്യൻ പാപിയാണ്, ദൈവം നീതിമാനാണ്. ഇത് പരിഹരിക്കേണ്ടത് ക്രൂശിലൂടെ മാത്രമാണെന്ന് ദൈവം ന്യായപ്രമാണത്തിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പം മനുഷ്യന് പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാധിക്കാഞ്ഞതുകൊണ്ട്, മനുഷ്യന് സ്വയം രക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട്, നല്ല പ്രവൃത്തികളാലും കാഴ്ച വസ്തുക്കൾ അർപ്പിക്കുന്നതുകൊണ്ടും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടും പുണ്യ തീർത്ഥാടനങ്ങളിൽ പോകുന്നതുകൊണ്ടും കുരിശുമല കയറുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ യാഗങ്ങൾ അർപ്പിക്കുന്നതുകൊണ്ടോ മനുഷ്യൻ്റെ ധർമ്മപരിപാലനം കൊണ്ടോ അവന് രക്ഷ ലഭിക്കുന്നില്ല. അവനെ രക്ഷിപ്പാൻ ഇതൊന്നും പര്യാപ്തമല്ല. യെശയ്യാപ്രവചനം 64-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മുടെ നീതികൾ എങ്ങനെയിരിക്കുന്നു? നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെ മലിന വസ്ത്രം പോലെയാണ് എന്ന് പറഞ്ഞാൽ കറ പുരണ്ട വസ്ത്രം പോലെയാണ്. അവിടെയാണ് ദൈവം നമുക്കൊരു പ്രത്യാശ തരുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പാപം പ്രശ്നമാണെങ്കിലും ദൈവം പരിഹാരം ഒരുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ദൈവം ഒരു വാഗ്ദാനം തരുന്നു. എന്താണത്? ദൈവം തനിക്ക് തന്നെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടുള്ള ഒരു യാഗ വസ്തുവിനെ നൽകുമെന്നുള്ള വലിയ വാഗ്ദത്തം അവിടെ തരികയാണ്. അതാണ് യേശു ക്രിസ്തുവിലൂടെ അത് പരിഹരിക്കുമെന്നുള്ള ആ വലിയ വാഗ്ദത്തം. അപ്പോൾ ക്രൂശിൻ്റെ ആവശ്യകത ഇവിടെയാണ് നമ്മൾ ദർശിക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് ക്രൂശ് അനിവാര്യമാണ് എന്നുള്ള ചോദ്യം, പാപം യാഥാർത്ഥ്യമാണ്, മനുഷ്യൻ ദുർബലനാണ്, ദൈവം നീതിമാനാണ്. അതിനാൽ ക്രൂശ് മാത്രമാണ് അതിന് പരിഹാരമായിട്ടുള്ളത്. പാപം മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അത് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ എന്നേക്കുമായിട്ട് വേർതിരിക്കുന്നു, മനുഷ്യനെ അടിമയാക്കുന്നു, മരണത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അവിടെ അവസാനിക്കുന്നില്ല, അവൻ്റെ പദ്ധതി തുടരുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.